ഹായ് ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് ബല്ലേറിന. അറിയാലോ, ജോൺ വിക്ക് സീരീസിലെ 5ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഈ പ്ലോട്ട് ശരിക്കും നടക്കുന്നത് ജോൺ വിക്ക് 3ക്കും 4നും ഇടയിലായിട്ടാണ്. സിനിമയിലെ സെൻട്രൽ കഥാപാത്രത്തിന് അവതരിപ്പിച്ചിട്ടുള്ളത് അന ഡി അർമാസ് ആണ്. അതായത് ഈ സിനിമയിലെ ബലേറിന ഒരു വിമൻ സെൻട്രിക് പടമാണ്. അപ്പോൾ ജോൺ വിക്കിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇനി എത്ര വലിയ ഗുണ്ടകൾ വന്നാലും, എത്ര വലിയ ഗാങ്സ്റ്റേഴ്സ് വന്നാലും, എത്ര നമ്പർ ഓഫ് ഫൈറ്റേഴ്സ് വന്നു കഴിഞ്ഞാലും ജോൺ വിക്ക് നിവർന്നു നിന്ന് 2 കീറ് കീറിയാൽ എല്ലാത്തിനും തീർക്കാൻ പറ്റും എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അതായത് ജോൺ വിക്ക് എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് വെച്ചാൽ ഗംഭീരമാണ്. നമ്മളും ഇടയ്ക്ക് ആയിരിക്കും ജോൺ വിക്കിനെ പോലെ അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് ഈ ആക്ഷനൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ക മോൺസ്റ്റർ ആണ്. സോ ആ ഇൻസ്റ്റാൾമെന്റിൽ ഒരു വിമൻ സെൻട്രിക് പടം വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ചേട്ടാ ഇത് എങ്ങനെയായിരിക്കും, ഇത് വർക്കാവോ, അതെപ്പോഴും ഉണ്ടാവും. സോ ഈ സിനിമ കാണുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്നു തോന്നുന്നത്, ഇത് വർക്കാവോ ഈ സാധനം, അന ഡി അർമാസ് ആ ഒരു ആക്ട്രസിനെ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ജോൺ വിക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു എന്താണ് എല്ലാ തരത്തിലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ വിക്ക് അങ്ങനെ ഒരു സാധനമുണ്ട്. സോ ഈ ഒരു കഥാപാത്രമായിട്ട് ജോൺ വിക്ക് എന്ന് പറയുന്ന ആ ഒരു ഇമേജുമായിട്ട് എത്രത്തോളം ഇതിന് പിടിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ട സമയത്ത് ഈവ് മെക്കാറോ എന്നാണ് ഈ കഥയിലെ കഥാപാത്രത്തിന്റെ പേര്, ലേഡിയാണ്. പക്ഷെ അവരുടെ ഒരു ബാക്ക് സ്റ്റോറി റിവെഞ്ച് ആണല്ലോ. ഈ ജോൺ വിക്ക് മൂവീസിന്റെ ഒക്കെ കോർ തീം എന്ന് പറയുന്നത് റിവെഞ്ച് ആണ്. സോ ഇവരുടെ ഈവിന്റെ ഒരു സ്റ്റോറി വെച്ച് നോക്കുന്ന സമയത്ത് ജോൺ വിക്കിന്റെ കഥാപാത്രമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി തോന്നില്ല. കാരണം ജോൺ വിക്കിന്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത് വേറൊരു വഴി കൂടിയാണ്, ഈവിന്റെ സ്റ്റോറി പോകുന്നത് വേറൊരു വഴി കൂടിയാണ്. പക്ഷെ കമ്പാരിസൺ വരുന്നത് എവിടെയാണ്? ആക്ഷന്റെ ഭാഗത്താണ്. സോ ഈവിന്റെ ക്യാരക്ടറിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ ആക്ഷൻ കൊറിയോഗ്രഫി, അവരുടെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. കാരണം ഇത് രണ്ടും 2 ടൈപ്പ് സ്റ്റോറിയാണ്, നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി തോന്നില്ല. അതായത് ജോൺ വിക്കിന്റെ സ്റ്റോറിയും ഈ ഈവിന്റെ സ്റ്റോറിയും. ഈ ജോൺ വിക്കിന് ഈ സിനിമയിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയിൽ കൂടി ഇങ്ങനെ കയറി പോകുന്നുണ്ടെന്നല്ലാതെ വലിയ ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഇത് 2 ഇൻസ്റ്റാൾമെന്റിന് ഇടയിലായിട്ട് നടക്കുന്ന ഒരു സ്റ്റോറിയാണല്ലോ. പക്ഷെ ഈവിനെ ഒരു ഇൻഡിപെൻഡന്റ് ക്യാരക്ടറായി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സിംഗിൾ സ്റ്റോറി, അതായത് ഇവരുടെ മാത്രം സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരം മീൻസ് കിടിലമായിട്ടുള്ള പടമാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ പറഞ്ഞു ഇതൊരു ആക്ഷൻ സെൻട്രിക് പടമാണ്. സോ ആക്ഷൻ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് ഈ സിനിമ ഇങ്ങനെ തന്നെ കണ്ടിരിക്കാൻ വേണ്ടി തോന്നും. 2 മണിക്കൂറാണ് പടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ ആക്ഷനിൽ നിന്നാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഈവ് മെക്കാറോ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു എവല്യൂഷൻ ഉണ്ട്. അതായത് കുട്ടിയായിരിക്കുന്ന ഈവ് പിന്നീട് വലിയ ഈവ് ആവുന്നതും, പിന്നെ അവർക്ക് ആ കഥാപാത്രം ഇങ്ങനെ മുതിർന്നു വരുന്നത്, പിന്നീട് ഇവർ പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഡാൻസ്, മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ. അത് നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ആവേശം ഉണ്ടാക്കും. ഇയാൾ എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. പക്ഷെ തോന്നൽ മാത്രമല്ല, ഒരു ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പയറ്റുന്നുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സ് ഫൈറ്റ്, അതിന് തൊട്ട് മുമ്പുള്ള ഫൈറ്റ്, പിന്നെ ആ ഭാഗത്തെ ജോഗ്രഫി ഒക്കെ ഗംഭീരമാണ്. ആ ഒരു മഞ്ഞ് നിറഞ്ഞ സ്ഥലമൊക്കെ സൂപ്പറാണ്. ഒരു നാട്ടുകാർ മൊത്തം ഈ തോക്കും ഗണ്ണും ടൂൾസ് ഒക്കെ എടുത്തു വരുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ, മ്യൂസിക് നോക്കിക്കഴിഞ്ഞാലൊക്കെ ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നമ്മുടെ കണ്ണ് സ്ക്രീനിൽ നിന്ന് തെറ്റിപ്പോലും നമുക്ക് ഇങ്ങനെ തന്നെ നോക്കിക്കാൻ വേണ്ടി തോന്നും. പിന്നെ ഓരോ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും സൂപ്പറാണ്. അന ഡി അർമാസ് അറിയാലോ, നല്ല സുന്ദരിയായിട്ടുള്ള നടിയാണ്. അവരുടെ പെർഫോമൻസ് വെച്ചാൽ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ, അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ നല്ല ഇതിൽ തന്നെ അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ കുറേ അധികം വുമൻ ക്യാരക്ടേഴ്സ് സിനിമയിൽ വരുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ വില്ലന്മാര്, അതുപോലെ തന്നെ ഒരു ചാൻസലറുടെ കഥാപാത്രം, അതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് കിയാനുവും ഒരു ഭാഗത്തോടി കയറി വരുന്നുണ്ട്. സോ 2 മണിക്കൂർ 5 മിനിറ്റ്, അതായത് 2 മണിക്കൂർ നോക്കിയാൽ മതി. 2 മണിക്കൂർ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാതെ ആക്ഷൻ കാണുക, അടിച്ചു പൊളിക്കുക. അതാണ് ബല്ലേറിന. ഗംഭീരമായിട്ടുള്ള പടമാണ്. പിന്നെ ആകെ അത്രയേ ഉള്ളൂ, കുഞ്ഞി പടമാണ്. ഈ പടത്തിന്റെ കോർ എന്ന് പറയുന്നതും റിവെഞ്ച് സ്റ്റോറി തന്നെയാണ്. എല്ലാ ആക്ഷൻ പടങ്ങളും അങ്ങനെയാണല്ലോ, റിവെഞ്ച് ആണല്ലോ. സോ വലിയ ഇതൊന്നുമില്ല, അതായത് പ്രതീക്ഷകളൊന്നും വേണ്ട, മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ട, ഇത് ജോൺ വിക്കുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും വേണ്ട. ഒരു ഇൻഡിപെൻഡന്റ് പടമായിട്ട് കാണുക. അതായത് ഈവിന്റെ മാത്രം സ്റ്റോറി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പടം സൂപ്പറാണ്. പിന്നെ അറിയാലോ, വിമൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ചില ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്ത് വന്നാലും ഇത് ജോൺ വിക്കിനെ പോലെ അങ്ങനെ പറന്ന് നടന്ന് അടിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ട്. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയി നോക്കുകയാണെങ്കിൽ സൂപ്പർ, നല്ല സിനിമയാണ്. സോ കണ്ടു നോക്കുക. 2 മണിക്കൂർ ടപ്പേന്ന് പോകും. കുറേ അടി കാണാം, നല്ല ഫ്രെയിംസ് കാണാം, നല്ല പെർഫോമൻസ് കാണാം. സോ ഇതാണ് ബല്ലേറിന.